നമസ്കാരം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPക്ക് വോട്ട് ചെയ്ത് തുടങ്ങിയ ഒരു വർഷമാണ് 2024 എന്നുള്ളതിൽ ഒരു സംശയമില്ലാതെ തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തോടു കൂടിയായിരുന്നു അങ്ങനെ ഒരു തുടക്കം ഇവിടെ ഉണ്ടായത്. കാരണം ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റവും പ്രധാനമായിട്ട് രാജ്യത്തിന്റെ വികസന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ 2014 വരെ ഏകദേശം 60 വർഷത്തോളം, അതിനിടയിൽ 5 വർഷം മാത്രം വാജ്പേയി സർക്കാർ ഭരിച്ച ഒരു സമയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആണ് നമ്മുടെ രാജ്യം ഭരിച്ച് കൂട്ടിയത്. അപ്പൊ ഇതിനിടയിലൊക്കെ വികസനം എന്നുള്ളതും അല്ലെങ്കിൽ ഇവിടുത്തെ യുവജനങ്ങളുടെ തൊഴിൽ സാധ്യതകളെ അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഭീകരവാദം, ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ രാജ്യം മുന്നോട്ട് പോയൊരു സമയമായിരുന്നു. യുവജനങ്ങൾക്ക് ജോലിയില്ലാത്തൊരു സാഹചര്യം, അതോടൊപ്പം തന്നെ ഭീകരവാദം വലിയ രീതിയിൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരുന്ന സാഹചര്യം. അപ്പൊ ഇതെല്ലാം ഭയപ്പെട്ടുകൊണ്ട് വർഷങ്ങളോളം ഈ രാജ്യത്തെ ജനങ്ങൾ ജീവിച്ച സമയത്ത് കോൺഗ്രസ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുകയും 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തി ഇതിനൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം ഇത് കണ്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് അത് സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി ആകും തൃശ്ശൂരിൽ നിന്ന് എന്നുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വലിയ രീതിയിൽ ക്രൈസ്തവ സമൂഹം സഹായിച്ചു എന്നുള്ളതിൽ BJPക്ക് ഒരു തരത്തിലും തർക്കമില്ലാതെ ഒരു തുറന്നു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനോടകം തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത, ഏറ്റവും വലിയ രീതിയിൽ തന്നെ പാലക്കാട് BJP ഒരു കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. BJP കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഇതിൽ ഏറ്റവും വലിയ രീതിയിൽ ഭയപ്പെടുന്നത് BJP കനത്ത തോൽവി ഏറ്റുവാങ്ങുമ്പോഴും ഭയപ്പെട്ടത് അവിടുത്തെ ക്രൈസ്തവ സമൂഹമാണെന്നുള്ളതിൽ തർക്കമില്ല. കാരണം കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചതിന് ശേഷം പരസ്യമായിട്ട് പാലക്കാടിന്റെ തെരുവോരങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ വലിയ ഒരു ആഹ്ലാദ പ്രകടനമായിട്ട് മുന്നോട്ട് വരുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് SDP അവിടെ ഒരു വലിയ പ്രകടനമായിട്ട് മുന്നോട്ട് വന്നു. അവരായിരുന്നു വിജയാഹ്ലാദം. ഞങ്ങൾ പ്രവർത്തിച്ച രീതി ജനങ്ങൾ ഏറ്റെടുത്തു, ഞങ്ങളുടെ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള രീതിയിലേക്കായിരുന്നു അവരുടെ ഒരു പ്രവർത്തന സംവിധാനമായിട്ട് വന്നു. ഞങ്ങളുടെ ആശയം, ഞങ്ങളുടെ നയം അവിടെ വിജയിച്ചു എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഈ SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നയത്തോട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു യോജിപ്പുണ്ടോ? അവർ മുന്നോട്ട് പോകുന്ന ആശയം 1% പോലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം SDP-യുടെ നിലപാടുകളെ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് അവരത് പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പരസ്യപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ ആലപ്പുഴയിലെ PFIയുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവലും മലരും കുന്തിരിക്കവും കാത്തുവെച്ചു വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാരെന്നുള്ള ഒരു വലിയ രീതിയിലുള്ള നമ്മുടെ കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു വിഷയത്തിലൂടെ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഭീകരവാദികൾക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്നും ഇത് ക്രൈസ്തവ ഹിന്ദു വിഭാഗത്തിന് എത്രത്തോളം ഭീഷണിയായി മുന്നോട്ട് വരുമെന്നും അത് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതിനോടകം തന്നെ കേരള സംസ്ഥാനത്തെ ക്രൈസ്തവ വിഭാഗത്തിന് ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു. സുരക്ഷിതത്വം എന്നുള്ളത് വലിയ രീതിയിൽ ഇവിടെ ഒരു സംഘടിത ശേഷി ഉണ്ടാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ദേശീയതക്കൊപ്പം അടിയുറച്ചു നിന്നില്ലെങ്കിൽ ഇത് ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം BJPയെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതേ ഒരു സാഹചര്യം തന്നെയാണ്. നിലവിൽ BJPയുടെ സഹായം ക്രൈസ്തവ സമൂഹത്തിന് നിർബന്ധമായിട്ടും ലഭിച്ചേ പറ്റൂ. ഇപ്പോ മുനമ്പം വിഷയം പോലെ തന്നെ മറ്റ് അനേകം സ്ഥലങ്ങളിലേക്ക്, ചെല്ലാനം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ക്രൈസ്തവർ വലിയ രീതിയിൽ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലടക്കം ഇതേ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾക്കെല്ലാം ഒരു കാര്യം ബോധ്യമാകുന്നു. കേരളത്തിൽ ഒരു അജ്ഞാത ശക്തി എന്നോണം ഒരുപാട് വർഷം പ്രവർത്തിച്ചിരുന്ന ഒരു സംവിധാനം അത് പരസ്യമായിട്ട് വലിയ രീതിയിൽ ക്രൈസ്തവ സമൂഹത്തെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് അടക്കം മുന്നോട്ട് വരുന്നു എന്നുള്ളതിൽ തർക്കമില്ല. അപ്പൊ അതിന്റെ പേരിൽ ക്രൈസ്തവ സമൂഹം BJPക്ക് വോട്ട് ചെയ്ത് തുടങ്ങിയ വർഷമായിട്ട് തന്നെ നമ്മൾക്ക് ഈ 2024 കാണാം. അതോടൊപ്പം പാലക്കാട് അപ്പോൾ ക്രിസ്ത്യൻ സമൂഹം BJPക്ക് വോട്ട് ചെയ്തില്ലെന്ന് നോക്കിയാൽ ക്രൈസ്തവർക്ക് വോട്ടിംഗ് ശതമാനമുള്ള പല സ്ഥലങ്ങളിലും അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിൽ തന്നെ BJP വോട്ട് നേടിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് അല്ലെങ്കിൽ വലിയൊരു പിന്തുണ പാലക്കാട് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അതിൽ നിസ്സാരം അല്ലെങ്കിൽ വളരെയധികം ശതമാനം കുറവാണ് പാലക്കാട് ക്രിസ്ത്യൻ വോട്ടർമാർ. അതിൽ പോൾ ചെയ്യുന്നത് തന്നെ 5000-ൽ താഴെ വോട്ടുകളാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക, കേരളത്തിന്റെ ഒരു സ്ഥിതി മാറുന്ന ഒരു സാഹചര്യം അത് പൂർണ്ണമായിട്ടും BJPക്ക് അനുകൂലം തന്നെയാണ്. ഇത് തന്നെ ചേലക്കരയിൽ BJPക്ക് 10,000-ഓളം വോട്ട് കൂടിയ സമയത്തും ഇതേ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഇതേ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിരന്തരമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ മണിപ്പൂരും ഉത്തരേന്ത്യയും
അഴിമതിയും എല്ലാം പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നവർക്ക് ഒരു മികച്ച രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇന്ന് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൃത്യമായിട്ട് കേരളത്തിൽ പല തരത്തിൽ ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് ഇവിടെ അവർ പോലും ചിന്തിക്കാത്ത തരത്തിൽ അവരെ വലിയ തരത്തിൽ അനാവശ്യമായിട്ട് പ്രീണിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വോട്ട് എന്നുള്ള സംവിധാനത്തിന്റെ പേരിൽ അധികാരം ഉറപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ നിന്നാൽ മാത്രമേ പറ്റൂ എന്നുള്ള രീതിയിലാണ് വർഷങ്ങളോളം കോൺഗ്രസിനെ നിരന്തരമായിട്ട് ഒട്ടിയതിരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിട്ട് വേണം നമ്മൾക്ക് ഇതിനെ കാണാനായിട്ട്. അപ്പൊ ഇത് നിരന്തരമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഭയപ്പെട്ടു പോകുന്ന ഒരു വലിയ വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം. അപ്പൊ അതിന്റെ ഒരു തിരിച്ചടി എന്നോണം തന്നെയാണ് കൃത്യമായിട്ട് ഈ 2024 ഈ ക്രിസ്ത്യൻ സമൂഹം BJPക്ക് വോട്ട് ചെയ്യാനായുള്ള ഒരു തുടക്കമായിട്ട് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നത്. അത് സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ നമ്മൾ കണ്ടു. ഇനി വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ആയിക്കോട്ടെ, നിയമസഭാ ഇലക്ഷൻ ആയിക്കോട്ടെ, ഇത് വലിയ രീതിയിൽ തന്നെ മതി. ഇപ്പോൾ പാലക്കാടും ചേലക്കരയും ഇലക്ഷനിൽ BJP പരാജയപ്പെട്ടതിന്റെ പേരിൽ വലിയ രീതിയിൽ BJPക്കെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാരും തന്നെ പാലക്കാട് BJP പരാജയപ്പെടുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ചേലക്കരയിലെ 10,000 വോട്ടുകൾ വർദ്ധിച്ച വിഷയത്തെ സംബന്ധിച്ച് അവരാരും അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ BJPയുടെ സ്ഥാനാർത്ഥിയാക്കുകയും അതോടൊപ്പം തന്നെ CPMന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ചേലക്കര പോലെയുള്ള ഒരു പ്രദേശത്ത് ഇതുപോലൊരു വമ്പൻ കുതിച്ചുചാട്ടം ഒരു വിജയത്തിലേക്ക് എത്താനായിട്ട് അവിടെ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇതൊന്നും നിസ്സാരവൽക്കരിക്കേണ്ട ഒരു വിഷയമല്ല. കൃത്യമായിട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പല ഗ്രാമാന്തരങ്ങളിലും CPM ശക്തി കേന്ദ്രങ്ങളിലടക്കം ഇരച്ചു കയറി മുന്നോട്ട് വരുന്ന റിസൾട്ടുകൾ തന്നെയാണ്. അത് വരാനിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾക്ക് കാണാം. നിരന്തരമായിട്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ അല്ലെങ്കിൽ നിയമസഭ ഇലക്ഷനൊക്കെ BJP എടുക്കുന്ന ഒരു തയ്യാറെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രന് നേരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ BJP കേരളത്തിൽ 2024 അല്ലെങ്കിൽ ഈ വർഷം നേടിയ 20% വോട്ട് അത് പാർലമെന്റ് ഇലക്ഷനാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ദേശീയ തലത്തിൽ BJPക്ക് ഇതുപോലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ സംസ്ഥാനങ്ങൾ പലതുമുണ്ടെങ്കിലും കേരളത്തിലെ ഒരു മുന്നേറ്റം അത് വളരെ ചരിത്രപരമാണ്. അപ്പൊ ആ ഒരു മുന്നേറ്റത്തിന് നിരന്തരമായിട്ട് ഒരു ആക്കം കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഗ്രൗണ്ട് തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ചിന്തിക്കുക BJPയുടെ യഥാർത്ഥ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പല സംവിധാനങ്ങളും, അത് മാധ്യമ പ്രവർത്തകരായിക്കോട്ടെ മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, അവർക്ക് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാട് എത്തിയിരിക്കുന്നു. കേരളത്തിൽ BJP വളരുകയാണ്. അതിനെ ഒരു ആക്കം കൂട്ടുന്ന തരത്തിലേക്കുള്ള ഒരു പിന്തുണയാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനി ഉള്ള കാലഘട്ടങ്ങളിൽ അങ്ങോട്ടുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഇപ്പോൾ മുനമ്പത്തെ വിഷയം വന്ന സമയത്ത് ഏതെങ്കിലും ഇടത് വലത് നേതാക്കന്മാർ ആരെങ്കിലും മുനമ്പൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്? ഇല്ല. BJPയുടെ കേന്ദ്ര നേതാക്കളടക്കം അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരടക്കം നേരിട്ട് വന്ന് വിഷയങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അവർ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പിന്തുണ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ പാർലമെന്റിൽ നിയമം പാസാക്കി അവിടെ വലിയ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഏക പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അത് കാണാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ BJPക്കൊപ്പമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം അല്ലെങ്കിൽ ഒരു സാഹചര്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങൾ അത് പുതിയ മുന്നേറ്റമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.